അഞ്ചുതെങ്ങ് സെന്റ് പീറ്റേഴ്സ് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിഭാ സംഗമം 2024 സംഘടിപ്പിച്ചു. ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെയും സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ സെന്റ് പീറ്റേഴ്സ് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിഭാ സംഗമം 2024 സംഘടിപ്പിച്ചു. പ്രതിഭാ സംഗമം കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് പ്രതിഭാ സംഗമം 2024 എത്തിയ ഏവർക്കും സ്വാഗതം. ചടങ്ങ് ആരംഭിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി മുൻ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷന്റെ അനുവാദത്തോടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. സത്യധർമ്മ
ആദരണീയനായ വിശിഷ്ടാതിഥി കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറിനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ ശ്രീ വി മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് ജോസഫ് സ്കൂൾ മാനേജരും അഞ്ചുതെങ്ങിടവക വികാരിയുമായ ഫാദർ സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ഇന്നത്തെ ഈ സംരംഭത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആരാധനായ മന്ത്രി ജോർജ് കുര്യൻ അവர்களാണ്. 1960 കുര്യൻ അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിലെ ഇളയ പുത്രൻ. ഏറ്റുമാനൂർ നമ്പ്യാർകുളത്താണ് ജനിച്ചത്. സീറോ മലബാർ സഭ അംഗം. തന്റെ പഠന മികവിൽ LLB പൂർത്തിയാക്കി സുപ്രീം കോർട്ടിൽ വക്കീലായി സേവനം ചെയ്തു. 1980 BJP പാർട്ടിയിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. BJP യുവമോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടും വൈസ് ചെയർമാനായ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൽ ആദ്യത്തെ മലയാളിയായും റെയിൽവേ മന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായും പ്രൈം മിനിസ്റ്റർ കേരളത്തിലെത്തിയാൽ ഭാഷ തർജ്ജമ ചെയ്യുന്നതിൽ പ്രാഗൽഭ്യം നേടിയും ആ ശുശ്രൂഷയിലും 2024 മുതൽ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ന്യൂനപക്ഷ കാര്യ വകുപ്പുകളുടെ സഹമന്ത്രിയായും സേവനം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരാധനായ മന്ത്രി ഇന്ന് രാവിലെ മുതൽ വലിയൊരു ഓട്ടത്തിലാണ്. ഫിഷറീസിന്റെ നമ്മുടെ തീരദേശ മേഖലയിൽ വേണ്ടവിധം തന്നാൽ കഴിയും വിധം സേവനം ചെയ്യുമെന്ന വലിയ ആഗ്രഹത്തിന്റെ യാത്രയിലാണ്. രാവിലെ ഒരു യോഗത്തിൽ കൂടിയിരിക്കുന്നവർക്ക് ചോദിച്ചു, അങ്ങെന്താണ് വാഗ്ദാനങ്ങളൊന്നും നൽകാത്തത്? അദ്ദേഹം നൽകിയ മറുപടി ഇതാണ്: വാഗ്ദാനങ്ങളല്ല എന്റെ ലക്ഷ്യം, അത് പൂർത്തിയാക്കുക എന്നതാണ്. ആ വാക്കിലൂടെ വലിയൊരു പ്രതീക്ഷയാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നെത്തിയത്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാണുകയും അത് പ്രാവർത്തികമാക്കുമെന്ന ലക്ഷ്യപൂർത്തീകരണത്തിലുള്ള തൻ്റെ ഉജ്ജ്വലമായ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ അഭ്യർത്ഥ്യമാകും എന്ന വലിയ പ്രതീക്ഷയുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് നമ്മുടെ
ഈ സംരംഭത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകുകയും ചെയ്തു. ഞാനൊരു സർക്കാർ സ്കൂളിലാണ് 8ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അതിന്റെ രീതി അറിയാം. അവിടെ ഒരു ദിവസം ഇവരിപ്പോ ചെയ്തതുപോലെ ഈ അപ്പുറത്തിരിക്കുന്നവരുടെ തലക്കിട്ട് തോണ്ടിയിട്ട് ഞാൻ നേരെ അപ്പോഴത്തെ സോമൻ സാറ് കണ്ട് കണക്ക് പഠിപ്പിക്കുന്ന സാറ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാനവർക്ക് പഴക്ക് പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെപ്പറ്റി നിനക്കറിയാൻ മേലാത്തൊരു കാര്യം, നീ കണക്കിന് നല്ല മിടുക്കനാണ്, ഇരുന്നോളാൻ പറഞ്ഞു. ആ നിമിഷം എൻ്റെ ജീവിതം മാറി. ആ നിമിഷം മാറി. പിന്നെ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്ന സ്കൂളിലെ ഏറ്റവും മുന്നിലുള്ള 4 കുട്ടികളിൽ ഒരാളായിട്ടാണ്. പിന്നെ മാത്സ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം. ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചത്. അപ്പൊ ആ ടീച്ചർ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ലൈഫിനെ മാറ്റി വെച്ചു. പ്രാവശ്യം ഞാൻ മന്ത്രിയായി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സ്. അപ്പൊ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞുവെങ്കിലും ഈ സംഭവം ഒന്നും ഓർമ്മയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാനത് കുറിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികളെ അല്ല ഉപദേശിക്കേണ്ടത്. അതുപോലെ ഈ വീട്ടിൽ പറയുന്ന വേറൊരു കാര്യം പേരൻസിനോട് പറയും.
ചടങ്ങിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈജു, അഞ്ചുതെങ്ങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ഫ്ലോറൻസ് ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഡോൺ ബോസ്കോ, അഞ്ചുതെങ്ങ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ മിസ് സഹയ റാണി, നെടുങ്കണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിസ് ഷീബ ഡി, അഞ്ചുതെങ്ങ് സെന്റ് ജോസഫ് സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ആന്റണി ദേവദാസ്, സക്രഡ് ഹാർട്ട്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ SR ഫ്ലോറി എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ വെച്ച് മുതലപ്പൊഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകട മരണങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിനാവശ്യമായി അടിയന്തരമായ ക്രമീകരണങ്ങൾ നടത്തുക, മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തുക, തീരദേശത്ത് മുതലപ്പൊഴിയിലെ കല്ല് ഉൾക്കടലിലേക്ക് ഇടുമ്പോൾ പൂന്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി എന്നിവിടങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരം സംരക്ഷിക്കുക, കടലെടുക്കുന്ന വീടുകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക, മുതലപ്പൊഴിയിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ട രീതിയിൽ ധനസഹായം നൽകി അവരെ സംരക്ഷിക്കുക, സ്കൂളിലെ കുട്ടികളുടെ പഠനത്തിനും സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണവും ഒരു ഗ്രൗണ്ടും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ള ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം അഞ്ചുതെങ്ങ് ഇടവകയുടെ വികാരിയും കൗൺസിൽ അംഗവും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് മന്ത്രിക്ക് നൽകുകയും ചെയ്തു. മന്ത്രിയുടെ ഭാഗത്തു നിന്നും വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ചടങ്ങിന് ഹെഡ്മിസ്ട്രസ്സായ മിസ് ബിന്ദു ജാക്സൺ നന്ദി പ്രകാശിപ്പിച്ചു. ദാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ.